ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഇൻവിസിബിൾ ആംഗ്ലെറ്റ് ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പെൻഡൻ്റ് ആയതുകൊണ്ട് ഹോൾസ് ഇല്ല, അതുകൊണ്ട് തന്നെ ബാക്കിൽ 2 ഹെഡ് പിന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഗിയർ വയർ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലും ഹോൾസ് ഇല്ലാതെ പെൻഡൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹെഡ് പിന്ന് മുറിച്ചിട്ട് വെക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആംഗ്ലെറ്റിൻ്റെ ലെങ്ത് അനുസരിച്ച് ഞാൻ വയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കണം. ഈ വയർ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്യണം. ഈ ബെൻഡ് ചെയ്തതാണ് നമ്മളിനി ഹെഡ് പിന്നിലൂടെ പാസ് ചെയ്യാൻ പോകുന്നത്. ഇതിലിടുമ്പോൾ കുറച്ച് ടൈം എടുക്കും, നല്ല സൂക്ഷിച്ച് വേണം ഇടാൻ. ഇതുപോലെ ഇട്ട ശേഷം നമ്മളിതിലേക്ക് ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്യണം. ഗിയർ ലോക്ക് ആഡ് ചെയ്ത ശേഷം നമ്മുടെ ബെൻഡ് ചെയ്ത വയറിലൂടെയും കൂടി വേണം ഇതൊന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടൈറ്റായിട്ട് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതിന് വേണ്ട ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സിസർ വെച്ചിട്ട് പ്രസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഇത് കാണാനുണ്ടാവുക. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഗ്ലാസ് ബീഡ്സ് ആഡ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു ഗ്രീൻ കളർ ഗ്ലാസ് ബീഡാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ബ്ലാക്ക് ആയിരിക്കും, അത് ഞാൻ മാറിയിട്ട് പോയതാണ്. ഇനി ഇതിൻ്റെ അടുത്ത വശത്തിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഡിസൈന് ഞാൻ 3 പ്രാവശ്യം ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. ലാസ്റ്റായിട്ട് നമ്മുടെ ഗിയർ ലോക്ക് ഇട്ട ശേഷം ഈ വയറുണ്ടല്ലോ, വയറിലേക്ക് നമ്മുടെ ഹൂക്കും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംഗ്ലെറ്റ് റെഡിയായി. ഈ ഗിയർ വയർ ആ ഗിയർ ലോക്കിലൂടെ പാസ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ പാസ് ചെയ്ത ശേഷം നല്ല ടൈറ്റാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഊരി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം ഞാൻ സിസർ വെച്ചൊന്നും കൂടി ടൈറ്റ് ചെയ്യുന്നു, ബാക്കി പാർട്ട് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റേ സൈഡിൽ ഒരു ജംപറിങ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും. അതും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്ത ശേഷം സിസർ വെച്ചിട്ട് പ്രസ് ചെയ്യുകയും ബാക്കി വരുന്ന വയർ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്. അതുമാത്രമല്ല, അടുത്ത വീഡിയോയിൽ എന്താ ചെയ്യേണ്ടത് എന്നതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഒരുപാട് ജ്വല്ലറി വീഡിയോസ് ഉണ്ട്, അതും പോയി കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിൽ പറയണേ. ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് വരിക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.